ശ്രീത്ത് അങ്ങനെ കീഴടങ്ങൽ നല്ല പ്രവണതയാണെന്ന് ചോദിച്ചാൽ അല്ല. അങ്ങനെ ഒരു നേതാവിന് മുന്നിൽ നേതൃത്വം ഒന്നാകെ കീഴടങ്ങ ശരിയാണെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ എപ്പോഴും പറയുന്ന പോലെ വിന്നബിലിറ്റി എന്ന് പറയുമ്പോൾ ആ വിന്നബിലിറ്റി കാര്യത്തിൽ കെ സുധാകരനും അടൂർ പ്രകാശനും അവർക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന നല്ല വെയിറ്റേജ് ഉള്ളൊരു വാക്കാണ് വിന്നബിലിറ്റി എന്ന വാക്ക്. അപ്പോൾ അതുകൂടി മുഖവിലക്കെടുക്കുന്നു, സമുദായ സമവാക്യങ്ങൾ മുഖവിലക്കെടുക്കുന്നു. ഏറ്റവും പ്രധാനം, തെരഞ്ഞെടുപ്പിൽ തൊട്ടുമുമ്പ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനാവാത്ത വണ്ണം നിൽക്കുന്ന വലിയൊരു ബാരിയർ എടുത്തു മാറ്റുന്ന സമവായം. ആ അർത്ഥത്തിൽ കോൺഗ്രസിനുകൂടി ആശ്വാസമാണ്. ശ്രീത്, ഹാഷ്മി, തീർച്ചയായും കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് ആശ്വാസകരമായ തീരുമാനമാണ് ഹൈക്കമാൻഡിൽ നിന്ന് വരുന്നത്. രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾക്ക് നേരത്തെ ബൽറാം സൂചിപ്പിച്ച പോലെ സാമുദായികമായ പരിഗണനകൾ കൂടി കണക്കിലെടുക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾക്ക്, അവർ എംപിമാരാണെങ്കിൽ കൂടി, സീറ്റ് നൽകാനുള്ള തീരുമാനം പാർട്ടിക്കും മുന്നണിക്കും വലിയ തോതിൽ ഗുണം ചെയ്യും. രണ്ട് LDF-ന്റെ സിറ്റിംഗ് സീറ്റുകളാണ് ഇവർ അണിനിരക്കാൻ പോകുന്നത്. അവിടങ്ങളിൽ നിന്ന് വിജയിച്ചു വരാൻ കഴിയുന്ന വലിയ നേതാക്കന്മാർ തന്നെയാണ് കെ സുധാകരനും അടൂർ പ്രകാശും. ഇവർ രണ്ടുപേരും മത്സരിക്കുമ്പോൾ സമീപ മണ്ഡലങ്ങളിലും അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുവഴി UDF-ന് അനുകൂലമായ ഒരു ജനവിധി ആ മേഖലയിലാകെ ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. അത് കീഴടങ്ങലാണെന്ന് തോന്നിയാൽ പോലും അത് UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും പൊതു താല്പര്യം മുൻനിർത്തി വരുമ്പോൾ അത് ശരിയാണെന്ന് നേതാക്കളും പ്രവർത്തകർക്കും ഒരുപോലെ സമ്മതിക്കേണ്ടി വരും. എന്നാൽ രാഷ്ട്രീയത്തിൽ അങ്ങനെ കീഴടങ്ങലില്ല. മറിച്ച് നേരത്തെ വിജയസാധ്യതയ്ക്ക് അപ്പുറത്തേക്ക് രാഷ്ട്രീയത്തിലുള്ള ശരികൾ എപ്പോഴും ആ സാഹചര്യത്തിനനുസരിച്ചാണ്. ഇപ്പോൾ ഈ മാസം 23 അകം തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് നോമിനേഷൻ സമർപ്പിക്കണം. ആ ഒരു സമയത്തിനിടയ്ക്ക് നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ മുറിവുണക്കാനോ അത് ഹീൽ ചെയ്യാനോ ഒന്നുമുള്ള സമയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനു മുമ്പായി പ്രശ്നങ്ങൾ പരിഹരിക്കുക. പ്രശ്നം പരിഹരിച്ച് പൊതുലക്ഷ്യം എന്ന് പറഞ്ഞാൽ LDF സർക്കാരിനെ താഴെയിറക്കി UDF-ന് അധികാരം പിടിക്കുകയാണ്. അപ്പോൾ ആ പൊതുലക്ഷ്യത്തിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങളിൽ കടക്കുമ്പോൾ ചില വിട്ടുവീഴ്ചകൾ, ചില കീഴടങ്ങളിൽ അതിൻ്റെ ഭാഷയോ അതിൻ്റെ അപമാനമോ എന്തൊക്കെ തന്നെയാണെങ്കിൽ പോലും അത്തരം ചില വിട്ടുവീഴ്ചകൾ വേണ്ടിവരും. ആ വിട്ടുവീഴ്ചയിലേക്ക് നേതൃത്വം വരുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അധികാര നഷ്ടം പരിഹരിച്ച് ഭരണനേട്ടം കൊണ്ടുവരാനുള്ള ശ്രമം അത്രയ്ക്ക് ഉത്കടമായി അവർക്കുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കെ സുധാകരൻ്റെയും അടൂർ പ്രകാശിൻ്റെയും കാര്യത്തിൽ സ്വീകരിച്ച ഈ ഇളവ്, അവർക്ക് നൽകാൻ തീരുമാനിച്ച ഇളവ് പാർട്ടിക്കും UDF-നും ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്താൻ കഴിയുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.